ഞാൻ എൻ്റെ വീക്കെൻഡ്സ് കൂടുതലും ഗ്രോസറി ഷോപ്പിങ്ങിനാണ് സ്പെൻഡ് ചെയ്യാറ്. അതും ഒരു കടയിൽ നിന്നല്ല, പല കടയിൽ നിന്ന്. സോ ഇന്ന് ഞാൻ ആദ്യം പോകുന്ന കട നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മലയാളിക്കടയാണ്. ഇവിടെ എല്ലാവരും മലയാളിക്കട എന്നാട്ടോ പറയുന്നത്. ആൻഡ് ദ ഷോപ്പ് ഈസ് ചാപ്പലാഷ് കൺവീനിയൻസ് സ്റ്റോർ. ഇത് ആക്ച്വലി ഇവിടെ നേരത്തെ ഇങ്ങനൊരു മലയാളിക്കട ഇല്ലായിരുന്നു. ഞാൻ ഭയങ്കര സാഡായിരുന്നു. ബിക്കോസ് ഞാൻ നേരത്തെ നിന്നിട്ടുള്ള മിക്ക ലൊക്കേഷനിലും മലയാളിക്കട ഉണ്ടായിരുന്നു. ഇവിടെ എന്താ വരാത്തതെന്ന് ഇങ്ങനെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഒരു 6-7 മാസങ്ങൾക്ക് മുമ്പ് ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഐ വാസ് സോ ഹാപ്പി. ആൻഡ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വിസിറ്റ് ചെയ്യാറുണ്ട്. യൂഷ്വലി ഞാൻ ഇവിടുന്ന് കൂടുതലും വാങ്ങാറുള്ള ഐറ്റംസ് ലൈക്ക് മസാലാസ്, പിന്നെ നമ്മുടെ പുട്ട്, അപ്പം, ദോശ, ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന പൊടികൾ, പിന്നെ നമ്മുടെ നാട്ടിലെ പല ടൈപ്പ് അരികൾ, അതായത് മട്ടയരി, ജയ റൈസ്, അങ്ങനെ പല ടൈപ്പുള്ള അരികളും കിട്ടും. പക്ഷേ അരിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്നൊന്നും തീരാറില്ല. അരി ഞാൻ വാങ്ങാറുള്ളത് വളരെ റയറായിട്ടാണ്. ഈ ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് ഞാൻ വിഷ്ണുഭവൻ എന്ന് പറയുന്ന ഈ ബ്രാൻഡിൻ്റെ കുറച്ച് ഐറ്റംസ് ട്രൈ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഞാൻ ഈ കട ചെന്നപ്പോൾ ഇവിടുത്തെ ചേട്ടൻ എനിക്ക് റെക്കമെൻഡ് ചെയ്ത ഈ ഇവരുടെ ഏത്തക്കാപ്പം, ഉഴുന്നുവട, പരിപ്പ് വട. അപ്പം ഞാൻ അന്ന് ആദ്യം എനിക്ക് തോന്നുന്നു ഏത്തക്കാപ്പം മേടിച്ചതെന്ന്. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. അതിന് ശേഷം പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം പിന്നീട് അവിടെ പോയപ്പം ഉഴുന്നുവട ട്രൈ ചെയ്തു, പിന്നീട് പരിപ്പ് വട ട്രൈ ചെയ്തു. ഇത് കണ്ടോ, കിണ്ണത്തപ്പം. ഞാൻ ആക്ച്വലി ഇതിനെപ്പറ്റി കേട്ടിട്ടുള്ള ആദ്യമായിട്ടത് കാണുന്നത്. ഇതൊരു പുതിയ ബ്രാൻഡാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ഒന്ന് മേടിച്ച് നോക്കണം. പിന്നെ ഞാനിങ്ങനെ കുറേ നേരം നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കി. ഈ കടയിൽ വന്നു കഴിഞ്ഞാൽ ഈ എൻട്രൻസിൻ്റെ അവിടെ തന്നെ ഒരു നല്ല കൂളറുണ്ട്. ഇവിടുത്തെ ഈ ഹോട്ട് വെതറിൽ നമ്മൾ നേരെ കടയ്ക്കകത്തോട്ട് ചെല്ലുമ്പോൾ നല്ല തണുത്ത കാറ്റ്. ഞാൻ കുറച്ച് നേരം അവിടെ ഒന്ന് സംസാരിക്കുന്നുണ്ട് ചേട്ടനോട്. അങ്ങനെ ഈ ബ്രാൻഡിൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ നാടൻ ഏത്തക്കയുണ്ട്. പിന്നെ പൂവമ്പഴമൊക്കെ നാട്ടിൽ കഴിക്കണമെന്നുണ്ടെങ്കിൽ മലയാളി കടയിൽ തന്നെ വരണം. അങ്ങനെയൊന്നും നമുക്കിവിടെ കിട്ടത്തില്ല. അപ്പം വളരെ റെയറായിട്ട് ഇത് വരാറുള്ളൂ ഷോപ്പിൽ. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴൊക്കെ ചേട്ടൻ നമ്മളോട് പറയാറുണ്ട്, നമ്മൾ വാങ്ങാറുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ നേരം സംസാരിച്ചുകൊണ്ട് വന്നപ്പം ഓണത്തിൻ്റെ വിശേഷങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞു. കഴിഞ്ഞ എൻ്റെ കുറേ ഓണം ഞാൻ ഇവിടെ തന്നെ സെലിബ്രേറ്റ് ചെയ്തിരിക്കുന്നത്. സോ അപ്പം നമ്മൾ ഫ്രണ്ട്സൊക്കെ ഓണത്തിന് നേരത്തെ ലീവൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെക്കും. എന്നിട്ട് ഉത്രാടത്തിൻ്റെ അന്ന് നമ്മൾ ഏകദേശം സദ്യയുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യും. തിരുവോണത്തിൻ്റെ അന്ന് രാവിലെ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഉണ്ടാക്കി വന്ന് കഴിച്ച് വരുമ്പോൾ തന്നെ ഒരു സമയമാവും. പിന്നെ സാരിയൊക്കെ കൊടുത്ത് ശരിക്കും ടയേർഡാവുമായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വർഷം ഇതിനൊന്നൊരു ടൈം കിട്ടാഞ്ഞുകൊണ്ട് ഫ്രോസൺ ആയിട്ടുള്ള ഓണസദ്യയുടെ കിറ്റാണ് വാങ്ങിയത്. ജാക്മിയുടെ 5 പേരുടെ ഓണസദ്യ കിറ്റായിരുന്നു കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം ഇത് വലിയ താല്പര്യമില്ലായിരുന്നു. പിന്നെ സമയപരിധി കൊണ്ട് നമ്മളങ്ങനെ വാങ്ങുമായിരുന്നു. പക്ഷേ അടിപൊളി സദ്യയായിരുന്നു. പ്രോപ്പർ നാട്ടിലെ ഒരു സദ്യ പോലായിരുന്നു. 3 പായസം ഉണ്ടായിരുന്നു. പിന്നെ ഈ ചക്ക വരട്ടിയതില്ല, ഞാൻ ആദ്യമായിട്ടൊരു സദ്യയിൽ ചക്ക വരട്ടിയതൊക്കെ കാണുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അന്നേ ഉറപ്പിച്ചു അടുത്ത വർഷം ഫ്രോസനെ വാങ്ങും, വെറുതെ എന്തിനെ കുക്ക് ചെയ്ത് സമയം കളയുന്നതെന്ന്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണസദ്യയുടെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു ഒരുപാട് ബ്രാൻഡിൻ്റെ ഇപ്രാവശ്യം ഉണ്ട്. ജാക്മി ഉണ്ട്, വിഷ്ണുഭവനുണ്ട്, പിന്നെ അജ്മി ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഓർഡർ തരുന്ന അനുസരിച്ച് ഒരു പർട്ടിക്കുലർ ബ്രാൻഡിൻ്റെ എടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്തായാലും ഇപ്രാവശ്യം നമുക്ക് ഓണസദ്യ കിറ്റ് വേണമെന്ന് പറഞ്ഞ് ഓർഡറും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങി.